ഹണി ഒന്ന് വന്നേ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഞാൻ ഇപ്പൊ വരാം. ഫുട്ബോൾ കളിക്കുന്നതിന് മുമ്പ് ഏതായാലും കുറച്ച് വെള്ളം കുടിച്ചേക്കാം. അതാവുമ്പോ കളിക്കിടയിൽ ക്ഷീണവും ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ. എടാ ഹണി, നീ ഇത്രയും വെള്ളം കുടിച്ചിട്ട് 3 ആഴ്ച വരെ പിടിച്ചിരിക്കാൻ ഒട്ടകമൊന്നുമല്ല, പൂച്ചയാ പൂച്ച. കേൾക്കോ കുട്ടികളെ, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. മാത്രമല്ല മേശപ്പുറത്തന്നെ രക്തമോതിരം വെച്ചിട്ടുണ്ട്. അതൊന്ന് കളഞ്ഞു പോകാതെ സൂക്ഷിച്ചോണേ. മേഡം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ആ മോതിരം എന്തായാലും കളഞ്ഞു പോകാതെ നോക്കിക്കോളാം. സ്വന്തം കാര്യം പോലും നേരാമണ്ണം നോക്കാൻ പറ്റാത്ത നീയാണോ ഇനി രത്നമോതിരം നോക്കാൻ പോന്നെ? മേഡം വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. വാ, നമുക്ക് ഈ മോതിരം കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം. ഇവിടെ ഞങ്ങൾ 4 പേരില്ല, വേറെ ആരും അത് കൊണ്ടുപോകില്ല. എവിടെ ഇരിക്കുന്നോ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതാണ് സേഫ്. വാ, പോയി ഫുട്ബോൾ കളിക്കാം. അതെ. ആർക്കെങ്കിലും IAS എടുക്കണമെങ്കിൽ ഹണി ഗോൾ അടിക്കുന്ന ഗോൾ പോസ്റ്റിൽ വന്ന് നിന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം കിട്ടുന്നേ. ഗോള് വന്നിട്ട് വേണ്ടേ സുഖമായിട്ടിരുന്ന് പഠിക്കാവുന്നേ. പോപ്പട്ടെ, നീ എന്നെ കളിയാക്കുവാണല്ലേ? നിന്നെ ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കി തരാം. പോപ്പട്ടെ, നീ നോക്കിയേ, പിസ്തയുടെ ബർഫി. താങ്ക് യു ഹണി. ആരാടാ നീ? എനിക്ക് പലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ മുതലാളി എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അടുത്തെങ്ങും ഒരു മല പോലും ഇല്ല. പിന്നെങ്ങനെ ഇവന്റെ സൗണ്ട് ഇങ്ങനെ എക്കോ വരുന്നത്? വെള്ളം 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 വെള്ളം. വെള്ളം ലം 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 ലം. ചിലപ്പോ വീട്ടിൽ കാണും വെള്ളം ലം 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 ലം. വെള്ളം ലം 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 ലം. വേഗം തീ അണയ്ക്കണം. വാ, നമുക്ക് ആ അണ്ണാനെ വേഗം പിടിക്കാം. അതെ, വേഗം വാ. ദാ ഈ വെള്ളം കുടിക്ക്. ഇതാ ഈ ഷുഗർ ക്യൂബ് കഴിക്കേ, ആശ്വാസം ഉണ്ടാകും. എടാ, അത് കർപ്പൂരമായിരുന്നു. ഹലോ ഹലോ ഹലോ, സഹായത്തിന് നന്ദിയുണ്ടുണ്ട്. കുറച്ചുകൂടി മധുരമുള്ളതിന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേ. പലഹാരം രം രം. താങ്ക് യു. ബൈ കൂട്ടുകാരെ. കുട്ടികളെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നിങ്ങൾ എന്റെ മോതിരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, മാഡം ടേബിളിന്റെ പുറത്താണ് മോതിരം വെച്ചിട്ട് പോയത്. ആ അണ്ണൻ പലഹാരം എന്ന് വിചാരിച്ചിട്ട് ആ മോതിരം എടുത്തോണ്ട് പോയെന്നാ എനിക്ക് തോന്നുന്നത്. എങ്കിലും അവനെ പെട്ടെന്ന് പിടിക്കണോ? പലഹാരത്തിന്റെ പൈസ മേടിക്കാൻ അവന്മാര് പുറകെ വരുന്നെന്ന് തോന്നുന്നു. അയ്യോ, ഓടിക്കോ. എന്റെ വീടിനടുത്തുള്ള വയലിൽ നിന്നല്ലേ ഇന്നലെയാണ് കൊയ്തേ. നിങ്ങൾ എന്തിനാ അണ്ണന്റെ പുറകെ എങ്ങനെ ഓടുന്നേ? അതെന്ത് തെറ്റാ ചെയ്തേ? അടി കൈ. കണ്ണാ സാറേ, ഇവൻ മേഡത്തിന്റെ മോതിരം കൊണ്ടാ ഓടുന്നത്.
ഓ എന്നാ പിന്നെ എന്തിനാ നിന്നത്? വേഗം ഓടിക്കോ. നിക്കടാ, അവിടെ നിൽക്കാൻ. വാ നമുക്ക് പല വഴിക്ക് പോയി അന്വേഷിക്കാം. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നൊന്ന് കാണണം. ഉള്ളേ ഇജ്ജി അണ്ണാനെ എവിടെയും വെച്ച് കണ്ടീന? ഇദ്ദേഹം ചോദിക്കുന്നതേ താൻ ഈ അണ്ണാനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നാണ്. ഈ അണ്ണാൻ ഞങ്ങളുടെ വിലപിടിപ്പുള്ള ഒരു സാധനം കൊണ്ടാ കടന്നു കളഞ്ഞത്. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അയ്യോ അങ്ങനെയല്ല, എന്റെ തലയിൽ പേനുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കാണിക്കുന്നത്. ഹണി നീ എന്താ നോക്കി നിൽക്കുന്നേ? ഓടിച്ചിട്ട് പിടിക്കവളെ. നിൽക്കാനാ പറഞ്ഞേ. ഇന്റലിജന്റ് ആയിട്ടുള്ള സെൽഫ്മാനാ. ഇരുട്ടത്ത് ടോർച്ച് തന്നയച്ചത് കണ്ടില്ലേ? എടാ പൊട്ട, അത് ടോർച്ച് അല്ല, ട്രെയിനിന്റെ ഹെഡ്ലൈറ്റാ. ഹണി വേഗം ഇവിടുന്ന് മാറ്. ഇതിന്റെ ലോക്കോ പൈലറ്റായ ഞാൻ വരെ ടിക്കറ്റ് എടുത്തു. എന്നിട്ടാണോ നീ ഇതിൽ ടിക്കറ്റ് എടുക്കാതെ സഞ്ചരിക്കുന്നത്? അച്ഛനായാലും ഇളയച്ഛനായാലും വലിയച്ഛനായാലും കൊച്ചച്ഛനായാലും ഇതിൽ ടിക്കറ്റ് എടുക്കാൻ സഞ്ചരിക്കാൻ പറ്റില്ല. അഥവാ ടിക്കറ്റ് ഇല്ലെങ്കിൽ വേഗം വിട്ടോ. എന്റെ മോനെ നീ താഴെ വീഴ്ത്തു അല്ലേ? വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് അവ തീർച്ചയായും രക്ഷപ്പെടാൻ പോകുന്നില്ല. പണ്ട് അമ്മ പറഞ്ഞിരുന്ന ചോറ് കഴിച്ചില്ലെങ്കിൽ ഭൂതം വരുമെന്ന്. ഇന്നാണ് ഞാൻ അറിഞ്ഞത് വെള്ളത്തിന് എന്തുമാത്രം പവർ ഉണ്ടെന്ന്. കൊള്ളാലോ ടീംസ്, കിട്ടിയ പഴവ് വന്നേ. ബാളും ആപ്പിളും ഒരുപോലെ വന്നതോട് ഞാൻ കൺഫ്യൂഷൻ ആയി പോയി. അവരെ ഒളിച്ചിരുന്ന് പിടിച്ചേ. അതായത് ഇദ്ദേഹം പറയുന്നത് അവനെ ഒളിച്ചിരുന്ന് പിടിക്കണമെന്നാണ്. അണ്ണാനെ നീ എടുത്തൊന്നും മധുരപലഹാരം അല്ല, രക്തമാണ്. വേഗം തിരിച്ചാ. ഏതാ ഇതാണോ ഉദ്ദേശിച്ചത്? പലഹാരം കഴിച്ചതിന് മുതലാളി എന്നെ വഴക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ദേഷ്യത്തിൽ ഇറങ്ങി പോന്നതാ. പക്ഷെ അന്നേരം ഞാൻ അറിഞ്ഞില്ല ഈ മോതിരം എന്റെ കയ്യിൽ എങ്ങനെയാ വന്നതെന്ന്. അതെ, ഇത് മുതലാളിയുടെ മോതിരമാണ്. അല്ല, ഇത് ഞങ്ങളുടേതാണ്. ബണി, മോതിരം കിട്ടിയിരിക്കുന്നു. വേഗം വാ പോകാം. അങ്ങയുടെ മോതിരം കൊണ്ട് അമ്മായി പോയി. വാ നമുക്ക് പിടിക്കാം. ഹായ് കുട്ടികളെ, നിങ്ങൾ എവിടെയായി കറങ്ങി നടക്കുന്നത്? ദേ ലഞ്ചിന്റെ സമയമായി കഴിഞ്ഞു. വേഗം എല്ലാരും അകത്തേക്ക് വരൂ. വരൂ.
കൂട്ടുകാരെ മേഡത്തിന്റെ മോതിരം കയ്യിൽ തന്നെ ഉണ്ട്. കയ്യിലല്ലേ കൊച്ചളിയ, മോതിരം വിരലിലാണ്. വിരൽ എവിടെയാണോ? ചെവിയിലാണോ? നീ അതിന് പാട്ടൊന്നും പാടിയില്ലല്ലോ, അല്ലെങ്കിൽ ചെവിയിലും വെച്ചനെ വിരല്. ഓ ദേ നോക്കൂ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ മോതിരം വിട്ടുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ പോയത്. ആ പക്ഷേ എന്താണ് സംഭവിച്ചത്? അല്ല, ആരാ ഇവരൊക്കെ? അതിനെപ്പറ്റി ചോദിക്കട്ടെ മാഡം, അത് വലിയൊരു കഥയാണ്. ഇതോ പിടിച്ചോളൂ നിങ്ങളുടെ മോതിരം. ഇങ്ങനെ എന്താ പറഞ്ഞേ? താങ്ക് യു എന്ന് പറഞ്ഞാണോ അതോ എന്നെ തത്തേന്ന് വിളിച്ചാണോ? താങ്ക് യു എന്നാ പറഞ്ഞത്. താങ്ക് യു.